CPM-ന്റെ ഉരുക്കുകോട്ടയായ നെടുമങ്ങാട് നിയോജക മണ്ഡലം. അവിടെ ചില അപ്രതീക്ഷിത നീക്കങ്ങൾ നടക്കുകയാണ്. CPM പോലും ഞെട്ടിക്കുന്ന, അല്ലെങ്കിൽ CPM പോലും ഞെട്ടിദ്ധരിക്കുന്ന ചില അപ്രതീക്ഷിത നീക്കങ്ങൾ. അതായത് അവിടുത്തെ CPM പ്രവർത്തകർ കൂട്ടത്തോടെ BJP-യിലേക്ക് പോകുന്നു, അല്ലെങ്കിൽ അവർ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJP-ക്ക് വോട്ട് ചെയ്യും. പരസ്യമായ ഒരുപക്ഷെ പിന്തുണ നൽകിയില്ല എങ്കിൽ പോലും BJP-ക്ക് വോട്ട് ചെയ്യും എന്നുള്ള തരത്തിലാണ് കാര്യങ്ങൾ വരുന്നത്. എന്താണ് CPM-ന്റെ ഉരുക്ക് കോട്ടയ്ക്ക്? ഏകദേശം 30 വർഷത്തോളം CPM കയ്യിൽ വച്ചിരുന്ന CPM-ന്റെ ഉരുക്ക് കോട്ടയ നെടുമങ്ങാട് നിയോജക മണ്ഡലത്തിൽ CPM-ന് സംഭവിച്ചത്. ശരിക്കും പറഞ്ഞാൽ CPM-ന്റെ ഉരുക്ക് കോട്ട എന്നതിനപ്പുറത്തേക്ക് LDF-ന്റെ ഉരുക്ക് കോട്ട എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഈ നെടുമങ്ങാട് മണ്ഡലത്തിൽ കഴിഞ്ഞ 3 പതിറ്റാണ്ടായിട്ട് മത്സരിക്കുന്ന CPയുടെ സ്ഥാനാർത്ഥിയാണ്. LDF-ന്റെ ഒരു ചിട്ട അനുസരിച്ച് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും മാറണം. 2 തവണയോ 3 തവണയോ മറ്റോ കോൺഗ്രസ് നേതാക്കൾ അവിടെ നിന്ന് ജയിച്ചിട്ടുമുണ്ട്. അതിനപ്പുറത്തേക്ക് CPIക്ക് തങ്ങളുടെ സ്ഥാനാർത്ഥികളെ സുരക്ഷിതമായി വിജയിപ്പിക്കാൻ കഴിയുന്ന മണ്ഡലമാണ്. ഇപ്പോൾ നമ്മുടെ ഭക്ഷ്യമന്ത്രി അനിൽ അവിടുത്തെ പ്രതിനിധിയാണ്. ഇതിനു മുമ്പ് CPM-ന്റെ ഒരു പിന്തുണയിൽ തന്നെയാണ് CPI അവിടെ വിജയിച്ചു കയറുന്നത്. പക്ഷേ ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ CPM-ന്റെ ഈ മേധാവിത്വത്തിന് ചില വെല്ലുവിളി ഉയർത്തിക്കൊണ്ട് ചില പാർട്ടികൾ കടന്നു വരുന്നു. അതായത് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ ആശയങ്ങൾ പേറുന്ന രീതിയിൽ SDPI എന്ന് പറയുന്ന പാർട്ടി ചില നിലപാടുകൾ അവിടെ സ്വീകരിക്കുന്നു. അവിടുത്തെ പ്രാദേശിക CPM പ്രവർത്തകനെ മർദ്ദിക്കുന്നു. ഇതിനെ ചോദ്യം ചെയ്ത് ചെറിയ ചെറിയ സംഘർഷം ഉണ്ടാകുമ്പോൾ DYFIയുടെ നിയന്ത്രണത്തിലുള്ള ആംബുലൻസ് രാത്രിയിൽ കത്തിക്കുന്നു. പരസ്യമായിട്ടാണ് ഈ ആംബുലൻസ് കത്തിക്കുന്ന നിലപാടുകൾ ഉണ്ടായെന്നും അതിൻ്റെ തെളിവുകൾ ഉണ്ടായിട്ടും CPM-ന് പറയുന്ന SDPക്കെതിരായിട്ട് ഒരു നിലപാട് സ്വീകരിക്കാനോ പരസ്യമായ പ്രതിഷേധ പ്രകടനങ്ങൾ സംഘടിപ്പിക്കാനോ സാധിക്കുന്നില്ല. CPM-ന്റെ ജില്ലാ നേതൃത്വത്തിൽ നിന്ന് വേണ്ട രീതിയിലുള്ള പിന്തുണ കിട്ടാത്തതുകൊണ്ടാകാം അതിൽ അസംതൃപ്തരായ DYFI CPM പ്രവർത്തകർ ധാരാളമായിട്ട് നെടുമങ്ങാടുണ്ട്. അതിനപ്പുറത്തേക്ക് ഇത്തരത്തിലുള്ള വിധ്വംസക പ്രവർത്തനങ്ങൾ നടത്തുന്ന തീവ്ര ഇസ്ലാമിസ്റ്റ് നിലപാടുള്ള സംഘടനകൾക്കെതിരെ ശക്തമായ നിലപാടുമായിട്ട് BJP രംഗത്തുണ്ട്. BJP വെറുതെ പ്രക്ഷോഭത്തിനോ പ്രശ്നങ്ങൾക്കോ പോവുകയല്ല, പക്ഷേ ഹൈന്ദവ സമുദായത്തിനെതിരായിട്ട് അല്ലെങ്കിൽ സാധാരണക്കാരായ ജനങ്ങൾക്കെതിരായിട്ട് ഏതെങ്കിലും തരത്തിലുള്ള വെല്ലുവിളികൾ ഉണ്ടെങ്കിൽ അതിനെ പ്രതിരോധിക്കാൻ BJP മുമ്പിൽ നിൽക്കുന്നു. അതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് കഴിഞ്ഞ 10-15 വർഷമായിട്ട് തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിക്കണമെന്നുള്ള BJPയുടെ ലക്ഷ്യം ഇത്തവണ അവർ സാക്ഷാത്കരിച്ചത്. അവർ ക്രമാനുഗതമായി കൗൺസിലർമാരുടെ എണ്ണം കൂട്ടിക്കൊണ്ട് വന്നിട്ടുണ്ട്. ും CPM-നെ വെല്ലുവിളിക്കാൻ സാധിച്ചിട്ടില്ല. 4 പതിറ്റാണ്ടായിട്ട് കോർപ്പറേഷൻ ഭരണം CPM-ന്റെ നിയന്ത്രണത്തിലായിരുന്നു. പക്ഷേ ഇപ്പോൾ പതിയെ BJP അതിന്റെ കടിഞ്ഞാണ് ഏറ്റെടുക്കുന്നു. ഇതാണ് നമ്മൾ കണ്ടത്. ഇത്തവണ തിരുവനന്തപുരം കോർപ്പറേഷൻ BJP ഭരിക്കുന്നു എന്ന് പറഞ്ഞാൽ 140 കോടി ജനങ്ങളുള്ള ഇന്ത്യയിലെ 3.5 കോടി ജനങ്ങളുള്ള ഒരു സംസ്ഥാനമാണ് കേരളം. അതിലെ ഒരു ചെറിയ പ്രദേശമാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ എന്ന് പറയുന്നത്. അവിടുത്തെ ഭരണം പിടിക്കാൻ കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ കേരളം മുഴുവൻ BJP പിടിച്ചെന്നല്ല. പക്ഷേ ദേശീയ തലത്തിൽ നരേന്ദ്രമോദി എന്ന നിലയിലുള്ള പ്രധാനമന്ത്രിയുടെ പ്രവർത്തനങ്ങൾ അത് താഴെ തട്ടിലുള്ള ജനങ്ങളിലേക്ക് എത്തിച്ചേർന്നു. ഒരുപക്ഷെ കേരളത്തിലെ മാധ്യമങ്ങൾ, സാംസ്കാരിക പ്രവർത്തകർ, ഒരു കൂട്ടം നരേറ്റീവ് സൃഷ്ടിക്കുന്ന ആളുകളൊക്കെ ചേർന്ന് BJPയെ ഇകഴ്ത്തി കാണിക്കാനായിട്ട് ശ്രമിച്ചു. എന്നാൽ നഗരത്തിൽ വസിക്കുന്ന വിവിധ ജില്ലകളിൽ നിന്നെത്തി ഇവിടെ പാർക്കുന്ന ആളുകളെല്ലാം തന്നെ BJPയുടെ ഈ വികസന പ്രവർത്തനത്തെ അംഗീകരിക്കുന്നു. അതുകൊണ്ടാണ് അവർ ഇത്തവണ BJPയെ ഈ കോർപ്പറേഷനെ ഭരണം ഏൽപ്പിച്ചതും. അത്തരം നിലപാട് സ്വീകരിക്കുന്ന BJPയിലേക്ക് കുറേയധികം CPM പ്രവർത്തകർ വരുന്നു. കാരണം CPM എന്ന് പറയുന്ന കേഡർ പാർട്ടി വിട്ടും മറ്റേതെങ്കിലും പാർട്ടിയിൽ പ്രവർത്തിക്കാൻ ആരെങ്കിലും ശ്രമിച്ചാൽ വലിയ തിരിച്ചടി ആ പാർട്ടിക്ക് ഉണ്ടാവും. മീൻസ് ആ പ്രവർത്തകർക്കുണ്ടാവും. ചിലപ്പോൾ 51 വെട്ടിന്റെ കാര്യമൊക്കെ നമ്മൾ നേരത്തെ കേട്ടിട്ടുള്ള അതിന് സമാനമായ സംഭവങ്ങളൊക്കെ ഉണ്ടാകും എന്നുകൊണ്ട് തന്നെ ശക്തമായ ഒരു പ്രവർത്തനം നടത്തുന്നവർക്ക് വേണ്ടി മാത്രമേ ഇവർക്കൊപ്പം നിൽക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അങ്ങനെയാണ് BJPയിലേക്ക് CPM-ന്റെ പ്രാദേശിക പ്രവർത്തകർ ഒഴുകിയെത്താൻ പോകുന്നു എന്ന തരത്തിലുള്ള വാർത്തകൾ ഇപ്പോൾ പ്രചരിക്കുന്നത്. തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ്. ഈ നെടുമങ്ങാട് നിയോജക മണ്ഡലം എന്ന് പറയുന്നത് സിനിജി പറഞ്ഞതുപോലെ തന്നെ 3 പതിറ്റാണ്ടായി, അതായത് 1957 മുതൽ 1987 വരെ CPM-ന്റെ ഉരുക്കുകോട്ടയായിരുന്നു. പിന്നീട് 1-2 തവണ ബാങ്കോട് രാധാകൃഷ്ണനും പാലോട് രവിയും അടക്കം ചിലർ കോൺഗ്രസ് പ്രതിനിധികളായി അവിടെ വന്നു ജയിച്ചു. പിന്നീട് വീണ്ടും അത് C ദിവാകറിലേക്കും ഏറ്റവും ഒടുവിൽ GR അനിലിലേക്കും വരെ എത്തി നിൽക്കുകയാണ്. അപ്പൊ CPIക്ക് വളരെ ശക്തമായ അടിത്തറയുള്ള വേരുകളുള്ള ഒരു മണ്ണാണ് നെടുമങ്ങാട് നിയോജക മണ്ഡലം. ഇവിടെ CPIക്ക് പറ്റിയ ഒരു, അല്ലെങ്കിൽ LDF-ന് പറ്റിയ ഒരു പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് SDPയുടെ ഒരു കടന്നുവരവ്. ഇത് ആദ്യമൊക്കെ കുഴപ്പമില്ല എന്ന് വിചാരിച്ചെങ്കിൽ പോലും പിന്നീട് SDPI അത് വലിയ ശക്തിയായി അവിടെ വളരുന്ന ഒരു നിലയിലേക്ക് പോയി. അതായത് അവിടെ അക്രമ പരമ്പരകൾ സൃഷ്ടിക്കുന്നു. ഈ CPM-ന്റെ തന്നെ ഒരു പ്രാദേശിക നേതാവിനെ ആക്രമിക്കുന്ന തരത്തിൽ
തലത്തിലേക്ക് അത് പോകുന്നു. പിന്നീട് ഇവരുടെ അതായത് ഈ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ SDPIയുടെ ഒരു ആംബുലൻസ് CPIയുടെ പ്രവർത്തകർ കത്തിച്ചു എന്ന് പറയുമ്പോൾ അവിടുത്തെ താലൂക്ക് ആശുപത്രിയിൽ കിടന്ന DYFIയുടെ ആംബുലൻസിനെ SDPIയുടെ ആശയങ്ങൾ അല്ലെങ്കിൽ PFI പ്രവർത്തകർ വന്നാണ് കത്തിക്കുന്നത്. അതായത് ഇവർ കത്തിച്ചു പോയി സെക്കൻഡുകൾക്കുള്ളിൽ തന്നെ PFIയുടെ പ്രവർത്തകർ അവിടെ വന്ന് ഈ ആംബുലൻസ് കത്തിക്കുന്നു പറയുമ്പോൾ ഇതിന്റെ പിന്നിൽ വലിയൊരു ഗൂഢാലോചനയുണ്ട്. CPIയെ നെടുമങ്ങാട് തകർക്കുക എന്നുള്ളൊരു ശക്തമായ മുന്നോട്ട് പോക്ക് SDPIക്ക് ഉണ്ട് എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. ഇവിടെയാണ് CPI പ്രവർത്തകർ ഒരുപാട് നാളുകളായി നേതൃത്വത്തോട് പറയുന്നുണ്ട് CPIയുടെ കടന്നുകയറ്റം ഇത് ഞങ്ങളെ വല്ലാതെ അസ്വസ്ഥരാക്കുന്നുണ്ട്, ഈ ഒരു കടന്നുകയറ്റത്തെ അംഗീകരിക്കാൻ കഴിയില്ലെന്ന്. പക്ഷേ നേതൃത്വം മൗനം പാലിക്കുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിച്ചത്. നേരത്തെ സുനിജി സൂചിപ്പിച്ചതുപോലെ ഇതിന്റെ പേരിൽ ഒരു പ്രതിഷേധം സംഘടിപ്പിക്കാൻ പോലും അവിടുത്തെ CPI പ്രവർത്തകർക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഈ നേരത്തെ ഹിജാബുമായി ബന്ധപ്പെട്ട് നമ്മുടെ എറണാകുളത്ത് ഒരു വിഷയമുണ്ടായപ്പോൾ മന്ത്രി ശിവൻകുട്ടി SDPIയുടെ നിലപാടുകൾക്കൊപ്പം നിന്നു. ഇതും പ്രവർത്തകരെ വല്ലാതെ ചൊടിപ്പിച്ചു. അതായത് ഹിന്ദുക്കളുടെ പ്രശ്നം വരുമ്പോൾ മാറി നിൽക്കുന്നു, മറ്റ് സമുദായക്കാരുടെ പ്രശ്നം വരുമ്പോൾ SDPIയും CPM ഒന്നാകുന്ന ഒരു കാഴ്ച ഇത് വല്ലാതെ പ്രവർത്തകരെ അസ്വസ്ഥരാക്കി. ഇത് ഗൗരവത്തിൽ എടുക്കണമെന്ന് പല തവണ അവർ പറഞ്ഞു. കാരണം മാരകായുധങ്ങളുമായാണ് SDPI പ്രവർത്തകർ അവിടെ വരുന്നത്. ഇത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പല പരാതികൾ അവർ നൽകി, പലതരത്തിലുള്ള പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കാൻ നോക്കി. പക്ഷെ ഒന്നിനും അനുവാദം നേതൃത്വത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകാത്തതിൽ വലിയ പ്രതിഷേധം അവിടെ ഉണ്ടായി. ഈ പരസ്യമായി പല നിലപാടുകളും പറയാൻ അവർക്ക് ഭയമാണ്. കാരണം പാർട്ടി CPM ആണ്, ഭരിക്കുന്ന പാർട്ടിയാണ്. അപ്പോൾ ഏതെങ്കിലും തരത്തിൽ നിലപാടുകൾ സ്വീകരിച്ചാൽ എന്താകും തങ്ങളുടെ അവസ്ഥ എന്ന് നന്നായിട്ട് പ്രവർത്തകർക്ക് അറിയാം. അതുകൊണ്ട് പരസ്യമായ ഒരു നിലപാട് എടുക്കാൻ കഴിയില്ല. പിന്നെ നേരത്തെ സിനിജി പറഞ്ഞതുപോലെ തന്നെ BJPയിലേക്ക് മാറിയാൽ BJP ഒരു കേഡർ പാർട്ടിയാണ്. തീർച്ചയായിട്ടും BJPയിലേക്ക് മാറിയാൽ തങ്ങൾക്കൊരു പ്രശ്നം വന്നാൽ BJP ചേർത്ത് പിടിക്കും എന്നൊരു വിശ്വാസം CPI പ്രവർത്തകർക്കുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഒന്നുകിൽ വരും ദിവസങ്ങളിൽ അവർ അംഗത്വം എടുക്കും, അല്ലെങ്കിൽ തിരഞ്ഞെടുപ്പിൽ അവർ BJPക്ക് വോട്ട് ചെയ്യുന്ന രീതിയിലേക്ക് മാറും എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. എന്തായാലും SDPIയുടെ ഈ ഒരു കടന്നുകയറ്റം നമുക്കറിയാം. ഈ ജമാഅത്തെ ഇസ്ലാമിയൊക്കെ കൂടെ നിർത്തുന്ന കോൺഗ്രസ് പാർട്ടിയിലെ പല പ്രവർത്തകർക്കും ഇത്തരത്തിൽ അസ്വസ്ഥതകൾ ഉണ്ട്. കാരണം ജമാഅത്തെ ഇസ്ലാമിയുമായി മുന്നോട്ട് പോകുന്ന VD സതീശന്റെ നിലപാടുകളോട് എതിർപ്പ് ഉള്ള പല കോൺഗ്രസ് പ്രവർത്തകരുമുണ്ട്. ഇത്തവണ അവർ CPMന് വോട്ട് ചെയ്യാൻ അവർക്ക് കഴിഞ്ഞില്ല എങ്കിൽ ഇത്തരത്തിൽ PFIയിൽ നിന്ന് ഇറങ്ങിപ്പോയ അല്ലെങ്കിൽ PFI നിരോധിച്ചപ്പോൾ അതിലെ പ്രവർത്തകർ എവിടെയാണ്? അവരെങ്ങോട്ടാണ് ചെന്ന് കയറിയത്? അതിൽ നിരവധി സ്ത്രീയും പുരുഷനും ഒക്കെ ഉണ്ടായിരുന്നു. അവരൊക്കെ എവിടെയാണ്? അവരൊക്കെ പോയത് ഈ കോൺഗ്രസ് LDF പാർട്ടികളിലേക്കായിരിക്കാം. അതുപോലെ തന്നെയാണ് SDPI. അപ്പൊ ഇത്തരം തീവ്ര ഇസ്ലാമിസ്റ്റുകളെ കൂടെ ചേർക്കുന്ന LDF UDFന്റെ നിലപാടുകളോട് യോജിക്കാൻ കഴിയില്ല എന്ന് കോൺഗ്രസ്സുകാരും CPMകാരും ഒന്നടങ്കമാണ് പറയുന്നത്. അപ്പം ഈ SDPIയോടും അല്ലെങ്കിൽ ജമാഅത്തയോടുമുള്ള വലത് ഇടതിന്റെ മൃദു സമീപനം അത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് പലരും BJPയിലേക്ക് വരുന്നത് എന്നുള്ള യാഥാർത്ഥ്യം. ആ യാഥാർത്ഥ്യം പ്രാദേശിക തട്ടിൽ പോലും മനസ്സിലാക്കാൻ CPMന് നെടുമങ്ങാട് നിയോജക മണ്ഡലത്തിൽ കഴിഞ്ഞില്ല എന്ന് വരുമ്പോൾ തീർച്ചയായിട്ടും നെടുമങ്ങാട് നിയോജക മണ്ഡലത്തിലെ ഈ CPMന്റെ ശക്തമായ ഉരുക്കുകോട്ടയിലേക്ക് BJP കടന്നു വരുമ്പോൾ തീർച്ചയായിട്ടും SDPIക്ക് അവിടെ ഒരു മങ്ങലേൽക്കുമെന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. അങ്ങനെയാണെങ്കിൽ BJP CPMന്റെ ഉരുക്കുകോട്ടയിൽ കരുത്താർജിക്കുന്നു എന്ന് തന്നെ കരുതേണ്ടി വരും. അല്ലെ, നെടുമങ്ങാട് മാത്രമല്ല, തിരുവനന്തപുരം കോർപ്പറേഷന് പുറത്ത് നഗര കേന്ദ്രീകൃതമായ മേഖലയ്ക്ക് അപ്പുറത്തേക്ക് BJPക്ക് വളർച്ച രേഖപ്പെടുത്തണമെങ്കിൽ ഈ CPM പ്രാദേശിക പ്രവർത്തകരുടെ പിന്തുണ വേണം. അത്തരത്തിൽ പ്രാദേശിക പ്രവർത്തകരെല്ലാം തന്നെ തങ്ങളുടെ പാർട്ടിയിൽ നിന്ന് വേണ്ടത്ര സഹായം ലഭിക്കുന്നില്ല എന്ന് തിരിച്ചറിയുന്നുണ്ട്. അങ്ങനെ തിരിച്ചറിയുന്നവർക്ക് ഒരു കേഡർ പാർട്ടിയുടെ പിന്തുണ കിട്ടിയെങ്കിൽ മാത്രമേ നിലനിൽക്കാൻ കഴിയൂ. അതുകൊണ്ടാണ് CPMനെ വെല്ലുവിളിക്കാനോ CPMന്റെ നയവ്യതിയാനത്തിൽ നിന്ന് പ്രതികാരം ഉൾക്കൊണ്ട് അല്ലെങ്കിൽ അതിൽ നിന്നും ഒരു വ്യത്യസ്തമായ ചിന്താഗതി വെച്ച് പുലർത്തുന്ന BJPയിലേക്ക് വരുന്നതും ഇത് BJPയുടെ ലക്ഷ്യം കൂടിയാണ്. കാരണം നിയമസഭാ മണ്ഡലങ്ങളിൽ വലിയ രീതിയിലുള്ള വോട്ട് വർദ്ധിപ്പിക്കാനായിട്ട് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അവർക്ക് സാധിച്ചു. അത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഗുണകരമാകണമെങ്കിൽ CPMന്റെ കൂടെ പിന്തുണ വേണം. അതായത് പരമ്പരാഗതമായിട്ട് ഇടതുപക്ഷത്തിന് മാത്രം വോട്ട് ചെയ്ത ഉറച്ച CPM പ്രവർത്തകരുണ്ട്. ഇവർ ബ്രാഞ്ചിൽ കമ്മിറ്റിയിൽ അംഗമാകണമെന്നില്ല, ഏരിയ കമ്മിറ്റി അംഗമാകണമെന്നില്ല. ഇവർ CPM അനുഭാവികൾ മാത്രമാണ്. പക്ഷെ വർഷങ്ങളോളമായിട്ട് ഇടതുപക്ഷത്തിനൊപ്പം നിന്ന് ഇവരുടെ പിന്തുണ BJPക്ക് അനുകൂലമായിട്ട് വരുന്നു എന്നുള്ള സാഹചര്യം. ഇത് എന്തുകൊണ്ട് വരുന്നു എന്ന് പറഞ്ഞാൽ പരസ്യമായിട്ട് SDPI CPMനെ വെല്ലുവിളിച്ചിട്ട് DYFIയുടെ ആംബുലൻസ് കത്തിച്ചിട്ട് യാതൊരു നിലപാടും സ്വീകരിക്കുന്നില്ല, പരസ്യമായ പ്രതിഷേധം സംഘടിപ്പിക്കുന്നില്ല, കുറ്റവാളികൾക്കെതിരെ പോലീസിന് നടപടിയെടുക്കാൻ സാധിക്കുന്നില്ല. അപ്പൊ യാതൊരു തരത്തിലും ജില്ലാ സംസ്ഥാന നേതൃത്വത്തിലുള്ള നേതാക്കളുടെ പിന്തുണ CPMന്റെ പ്രാദേശിക തലത്തിൽ ലഭിക്കുന്നില്ല. അതിൽ അവർക്ക് പ്രതിഷേധമുണ്ട്. ആ പരിഭവമാണ് BJPയിലേക്ക് പോകാൻ ഇവരെ പ്രേരിപ്പിക്കുന്നത്. അങ്ങനെ ഒരു തലത്തിൽ നിന്ന് BJPയിലേക്ക് പോകാൻ ഒരു കൂട്ടം പ്രവർത്തകർ തീരുമാനിച്ചാൽ മറ്റു പല മേഖലകളിൽ നിന്ന്
അസംതൃപ്തരായ പ്രവർത്തകർ BJP-യിലേക്ക് എത്തിച്ചേരാനുള്ള സാധ്യതയുണ്ട്. അത് വലിയ തിരിച്ചടി ആ പാർട്ടിക്ക് സൃഷ്ടിക്കും. മാത്രമല്ല BJP-ക്ക് വളർച്ച നേടാൻ ആഗ്രഹിക്കുന്ന മേഖലകളിലെല്ലാം തന്നെ വളർച്ച എത്തിച്ചു കൊടുക്കാനും ഇത് സഹായകമാകും. അതുകൊണ്ട് നെടുമങ്ങാട് പോലെയുള്ള പ്രദേശത്ത് ഇപ്പോഴുണ്ടായിരിക്കുന്ന പ്രാദേശിക പ്രശ്നങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോകാൻ LDF-ന് സാധിച്ചില്ലെങ്കിൽ അത് BJP-യുടെ വളർച്ചയ്ക്ക് ഗുണകരമാകും. ഇത്രയും കാലമായിട്ട് CPM അല്ലെങ്കിൽ ഇടതുമുന്നണി കെട്ടിപ്പടുത്തുകൊണ്ട് വന്ന തങ്ങളുടെ കോട്ടകൾ ഇളകുന്നത് തുല്യമായ ഒരു സാഹചര്യം അവിടെ ഉണ്ടാകപ്പെടും എന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. അപ്പോൾ തിരുവനന്തപുരം ഇത്രയും നാൾ CPM-ന് ഏറെ മേധാവിത്വമുള്ള ഒരു ജില്ലയായിരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പ് മാറ്റി നിർത്തിയാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിലെല്ലാം തന്നെ CPM-ന്റെ ഒരു തേരോട്ടമായിരുന്നു. അതിനാണ് ഇനി ഇളക്കം സംഭവിക്കാൻ പോകുന്നത്. BJP-യിലേക്ക് ഈ പ്രവർത്തകർ കൂട്ടത്തോടെ കൂറുമാറിയാൽ BJP-ക്ക് വലിയ നേട്ടങ്ങൾ തിരുവനന്തപുരം ജില്ലയിൽ നിന്നും മാത്രം ഉണ്ടാകും എന്ന കാര്യത്തിന് നമുക്ക് സംശയം വേണ്ട. അതെ.